നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഖാവ് ടി ശിവദാസ മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോൻ വിട പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാകുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹം നാടിനുവേണ്ടി നടത്തിയ ഉജ്ജ്വല പോരാട്ടങ്ങൾ പ്രിയങ്കരനായ നേതാവാക്കി. അധ്യാപക സംഘടനാ നേതാവ്, CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. സമരമുഖങ്ങളിൽ ആവേശം നിറയ്ക്കുന്ന പോരാളി, മികച്ച ഭരണാധികാരി, ഉത്തമ കമ്മ്യൂണിസ്റ്റ്, ഉജ്ജ്വല വാഗ്മി തുടങ്ങി ജീവിതം കൊണ്ട് ടി ശിവദാസ മേനോൻ ആർജിച്ച വിശേഷങ്ങൾ നിരവധിയാണ്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം തുറപ്പാളയം ടി ശിവദാസ മേനോൻ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം N. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ദിവാകരൻ, MS സ്കറിയ, അജിത്ത് സക്രിയ, CP പ്രമോദ്, V. സുരേഷ്, അബ്ദുൾ റഹ്മാൻ, K. വിജയൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ടൗൺ ലോക്കൽ സെക്രട്ടറി V. മനോജ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ നന്ദിയും പറഞ്ഞു. പ്രഭാവിലാവാൻ പോകുന്നില്ല. ആ രക്തസാക്ഷികൾ നമ്മളോടൊപ്പമുണ്ട്. നേരിലേക്ക്, ശരിയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യവസ്ഥ തകർത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് എല്ലാ സൗകര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറും. ആ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശം. അല്ലാത്തതിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി താരതമ്യപ്പെടാൻ പോകുന്നില്ല. പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ. പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടും. തൊഴിലാളി, കൃഷിക്കാർ, ദരിദ്രർ, പട്ടിണിക്കാർ, പാവപ്പെട്ടവർ, ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഉയർത്തിപ്പിടിച്ച് നാം മുമ്പിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളായിരിക്കുമെന്ന് പറയാനാണ് ഇത്രയും കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. വലിയ ചുമതലകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ ജനങ്ങൾ വോട്ട് ചെയ്താൽ ചിലപ്പോൾ പഞ്ചായത്ത് നമ്മൾ ഭരിക്കും, ചിലപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കും, ചിലപ്പോൾ MLA-മാരുണ്ടാവും. കൂടുതൽ MLA-മാരുണ്ടായാൽ ഗവൺമെന്റ് ഉണ്ടാവും. ആ ഗവൺമെന്റ് ഉപയോഗിച്ച് നാം ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇതാണ് ഇന്ന് നമ്മുടെ ചുമതലകൾ. ഈ ചുമതലകൾ നിർവഹിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, സാമൂഹ്യ പരിതസ്ഥിതിയിൽ രൂപപ്പെട്ടു വരുന്ന അപകടകരമായിട്ടുള്ള പ്രവണതകൾ കൂടി നമ്മുടെ പാർട്ടിക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. കേരളീയ സമൂഹം ഏത് കാലത്തും എല്ലാ തരത്തിലുള്ള മതവർഗീയതയെയും എതിർത്ത് മുമ്പിലേക്ക് വന്ന പാരമ്പര്യമുള്ള നാടാണ് കേരളം. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും, മുസൽമാന്റെ പേരുള്ള വർഗീയതയെയും ഹിന്ദുവിന്റെ പേരുള്ള വർഗീയതയെയും ഒരുപോലെ എതിർത്തിട്ടാണ് കേരളത്തിൽ നവോത്ഥാനം രൂപപ്പെട്ടത്. അതിന് തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. ഒരു വർഗീയതയുമായി സമരസപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമല്ല. എന്നാൽ അപകടകരമായിട്ടുള്ള അവസ്ഥ ഇന്ന് പരസ്പരം ചൂണ്ടിക്കാട്ടി, ഇസ്ലാം വർഗീയത ഹിന്ദു വർഗീയതയെ ചൂണ്ടിക്കാട്ടി, ഹിന്ദു വർഗീയതയെ ചൂണ്ടിക്കാട്ടി ഇസ്ലാം വർഗീയത ശക്തിപ്പെടാനാണ് ശ്രമിക്കുന്നത്.